അലേർട്ടിൻ്റെ കളറിംഗ് സിസ്റ്റത്തിലേക്ക് വരാം. അതെ, അപ്പോൾ നമ്മൾ പൊതുവേ കേരളത്തിലെ നമ്മൾ അലേർട്ട് എന്ന് പറയുമ്പോൾ എപ്പോഴും അത് മഴയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് റെഡ് അലേർട്ട് എന്ന് പറയുമ്പോൾ അത് 20 സെൻറ്റിമീറ്റർ കൂടുതൽ മഴ 24 മണിക്കൂറിൽ ഒരു ജില്ലയിൽ പെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ജില്ലയിൽ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്റ്റേഷനിലായാൽ പോലും അത് നമ്മൾ അങ്ങനെ കണക്കാക്കാം. അപ്പോൾ 20 സെൻറ്റിമീറ്റർ കൂടുതൽ മഴയാണ് നമ്മൾ റെഡ് അലേർട്ടിനായിട്ട് കൊടുക്കുന്നത്. ഓറഞ്ച് എന്ന് പറയുന്നത് 12 സെൻറ്റിമീറ്ററിനും 20 സെൻറ്റിമീറ്ററിനും ഇടയ്ക്ക് മഴയാണെങ്കിൽ ഓറഞ്ച് അലേർട്ടും, 7 സെൻറ്റിമീറ്ററിനും 12 സെൻറ്റിമീറ്ററിനും ഇടയ്ക്കാണെങ്കിൽ അത് യെല്ലോ അലേർട്ടും. ഇങ്ങനെയാണ് ഒരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ. അവിടെയും ഈ സാധ്യത കാണത്തില്ലേ, കൂടുതൽ സാധ്യത, കുറവ് സാധ്യത, അങ്ങനെ പ്രോബബിലിറ്റി അതിനും കാണുമോ? ഇല്ല, അപ്പോൾ അത് നമ്മൾ ഏറ്റവും പ്രോബബിലിറ്റി ഉള്ളതിന്, അപ്പോൾ ഈ ശരിക്കും യെല്ലോ, ഓറഞ്ച്, റെഡിന് നമ്മൾ വേറൊരു അർത്ഥം കൂടി അതിനുണ്ട്. നമ്മളതിന് ഇമ്പാക്റ്റ്, അതായത് നമ്മൾ ആഘാത അധിഷ്ഠിത വാണിംഗ് എന്നാണ് ഇതിൻ്റെ ശരിക്കും പറഞ്ഞത്. അത് ഇമ്പാക്റ്റ് ബേസ്ഡ് ഫോക്കാസ് എന്നാണ് ഇതിൻ്റെ പേര്. അതായത് ഒരു യെല്ലോ കളർ കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ടെൻറ്റേറ്റീവ്ലി കേരളത്തിൽ ഇങ്ങനെയൊരു ഇവൻറ്റ് വരാൻ സാധ്യതയുണ്ട്, അപ്പോൾ അതുകൊണ്ട് അപ്ഡേറ്റഡ് ഫോക്കാസ്റ്റുകൾ നോക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ശരിക്കും അതിനർത്ഥം. അപ്പോൾ നമ്മൾ പക്ഷേ അത് ഇവിടെ എങ്ങനെയോ അത് ഈ മഴയുടെ അളവുമായിട്ട് അങ്ങ് ബന്ധപ്പെട്ട് പോയി. അപ്പം എല്ലാവരുടെയും ബോധമനസ്സിൽ ഇപ്പം മഴയുടെ അളവും കളറുമായിട്ടാണ് ലിങ്ക്ഡ് ആയിരിക്കുന്നത്. അപ്പോൾ അത് ഉടനെയൊന്നും നമ്മൾ ഡീലിങ്ക് ചെയ്യാതിരിക്കുകയാണ് നല്ലത്, കാരണം ആളുകൾ കൺഫ്യൂസ്ഡ് ആവും. ഇപ്പം തന്നെ ആളുകൾക്ക് അത് മനസ്സിലായി വരുന്നതേ ഉള്ളൂ. പിന്നെ ഒന്നുണ്ട് യെല്ലോ അലേർട്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എല്ലാവർക്കും അറിയാം, മഴയെ സംബന്ധിച്ചാണെങ്കിൽ യെല്ലോ അലേർട്ട് എന്ന് പറഞ്ഞാൽ അത്ര പേടിക്കേണ്ട കാര്യമൊന്നുമല്ല. ഒരു സാധാരണ നമ്മുടെ ഒരു മൺസൂൺ കാലമാണെന്നൊരു ബോധം എല്ലാവർക്കും ഉണ്ട്. അപ്പം നമ്മൾ ഈ ഫിഗേഴ്സൊന്നും ഓർത്ത് വെച്ചില്ലെങ്കിൽ, നമ്മൾ ഈ അക്കങ്ങളൊന്നും ഓർത്ത് വെച്ചെങ്കിൽ പോലും ടി വിയിലാണെങ്കിലും ആ അലേർട്ട് മാപ്പൊന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അത് മനസ്സിലാവും നമ്മുടെ ജില്ലയ്ക്ക് ഇന്ന് എന്താണെന്നുള്ളത്. അപ്പോൾ ഈ കളറ് ഒരു എന്താ പറയുക കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകവും കൂടിയാണല്ലോ. അപ്പോൾ കളർ കൊണ്ട് നമ്മളുടെ എന്താ പറയുക നമുക്ക് ഉണ്ടാകാൻ പോകുന്ന ഒരു ഇമ്പാക്റ്റിനെ, ആഘാതത്തെ ഒന്ന് റെപ്രസെൻറ്റേറ്റ് ചെയ്യുക എന്നുള്ളത് കൂടിയാണ് ഈ കളർ കൊടുത്തിട്ടുള്ള മാപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ 20 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒന്നും എപ്പോഴും ഒന്നും അത് ഓർത്തിരിക്കണം എന്ന് നിർബന്ധമില്ലല്ലോ. നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർ ഓർത്തിരിക്കും, അല്ലാതെയുള്ള ആളുകൾ മറ്റു പല അവിടെ ചോപ്പെന്ന് കേട്ടാൽ മതിയല്ലേ, അവിടെ ചോപ്പ് കേട്ട ആൾക്ക് പെട്ടെന്നറിയാം. ഇപ്പോൾ നമ്മൾ സ്കൂളിൽ പോകുന്ന കുട്ടികളോട് ചോദിച്ചു നോക്കും. എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ കുട്ടികളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ജില്ലാ കളക്ടർമാർക്ക് ഇതുകൊണ്ട് സൗകര്യമില്ല എന്നുള്ളതാണ് വാസ്തവം. റെഡ് അലേർട്ട് അല്ലെങ്കിൽ ഓറഞ്ച് അലേർട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ നിറയെ കുട്ടികളുടെ ഡിമാൻഡുകളാണ്. അവർ ഏറ്റവും കൂടുതൽ ആ സമയത്ത് ഇത് നോക്കുന്ന ആളുകൾ കുട്ടികളാണ്. അപ്പോൾ ആ സമയത്ത് കാരണം നാളെ അവധി ഉണ്ടോ എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. അപ്പോൾ ഈ ഓറഞ്ച് അലേർട്ട് എന്ന് പറയുമ്പോൾ അതിന് ബി പ്രിപ്പയർഡ് എന്നാണ്, അതായത് ബി പ്രിപ്പയർഡ് ടു ടേക്ക് ആക്ഷൻ. അപ്പോൾ അതായത് ഒരു ഇവൻറ്റ് വരുന്നുണ്ട്, അപ്പോൾ അതിലേക്കായിട്ടുള്ള മാൻ ആൻഡ് മെഷീൻസോ റിസോഴ്സസോ ഒക്കെ മൂവ് ചെയ്യാനുള്ള റെഡിനെസ്സിൽ നിൽക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം വരിക. ശരിക്കും ഇൻ്റർപ്രിട്ടേഷൻ നിൽക്കുക, തയ്യാറെടുത്ത് നിൽക്കുക. അപ്പം റെഡ് എന്ന് പറഞ്ഞാൽ ടേക്ക് ആക്ഷൻ, അതായത് സംഭവിച്ചു അല്ലെങ്കിൽ സംഭവിക്കാനുള്ള ഏറ്റവും പ്രോബബിലിറ്റി ഉണ്ട്. അപ്പം ആക്ഷൻ, അതിപ്പം മൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ അതങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്നുള്ളത്. അപ്പം പിന്നെ ഇതെല്ലാം ആണ്. അപ്പം മാറ്റി പാർപ്പിക്കുക, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ പമ്പ് കൊണ്ടുവയ്ക്കുക, അല്ലെങ്കിൽ ഈ എന്താ പറയുക പുഴ കവിഞ്ഞൊഴുകുന്ന സ്ഥലങ്ങളിൽ ബോട്ടോ അല്ലെങ്കിൽ റെസ്ക്യൂ മെക്കാനിസംസോ ഒക്കെ ഉണ്ടാക്കുക. അങ്ങനെ ഒക്കെ മറ്റേ ഓറഞ്ചിൽ ഇതെല്ലാം കരുതി വയ്ക്കുക. റെഡ് ആകുമ്പോൾ ആക്ഷനിലേക്ക് പോകുക എന്നുള്ള ഒരു അർത്ഥത്തിലാണ് നമ്മൾ ഈ കളർ ഡിസൈൻ ചെയ്തത്. പക്ഷേ നമ്മളുടെ ഇവിടെ അതെങ്ങനെയോ എന്താ പറയുക റെയിൻ്റെ അളവുമായിട്ട് ബന്ധപ്പെട്ടു. പക്ഷേ അത് ഒരു നല്ല കാര്യമാണെന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഒരു അലേർട്ട് മാപ്പ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാധാരണ മലയാളിക്ക് മനസ്സിലാകും നമ്മളുടെ ഇന്നത്തെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതെന്താ പറഞ്ഞാൽ അതിനി അധികം കോംപ്ലിക്കേറ്റ് ചെയ്യാതിരിക്കുകയായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ജില്ലയ്ക്ക് അപ്പുറത്തേക്ക് ഇപ്പം പലപ്പോഴും റെഡ് അലേർട്ട് എന്ന് പറയുമ്പം ജില്ലയിൽ എവിടെയെങ്കിലും പെയ്താൽ മതി അല്ലേ? ശരിയാണ്. പക്ഷേ ജില്ലയിലെ മെജോറിറ്റി വരുന്ന ആളുകളെ സംബന്ധിച്ചോളം അവരെ നോക്കുമ്പോൾ ഒന്നും പെയ്തില്ലല്ലോ, പിന്നെ എന്തിനാ റെഡ് അലേർട്ട്, ഇങ്ങനൊരു ചോദ്യമാണ്. അപ്പോൾ ഇതൊക്കെ വെറുതെയാണ് എന്ന് പറയും. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ പെയ്ത് കാണാം എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവും. നമുക്കിതിനെ കുറച്ചും കൂടെ മൈക്രോ ലെവലിലേക്ക് മാറ്റാൻ വല്ല ഉപാധി ഉണ്ടോ ഈ റെഡ് അലേർട്ട് സിസ്റ്റത്തിന്? ഉണ്ട്. അതിനുള്ള ശ്രമമാണ് ഞാൻ ആദ്യം പറഞ്ഞില്ല, നമ്മുടെ ഒബ്സർവേഷൻ നെറ്റ്വർക്ക് വികസിപ്പിക്കുക. അപ്പോൾ അതുകൊണ്ട് പിന്നെ മോഡലുകളുടെ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു ശക്തി ഒന്നുകൂടി ഒന്ന് കൂട്ടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൽ എന്താ പറയുക ഈ അലേർട്ട് സിസ്റ്റം ഒന്നുകൂടി എന്താ പറയുക കുറച്ചുകൂടി ചെറിയ സ്കെയിലിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അൾട്ടിമേറ്റ് പർപ്പസ്. കാരണം ഈ പറഞ്ഞ പോലെ ഈ റെഡ് അലേർട്ടിന് സമാനമായ മഴ അല്ലെങ്കിൽ 20 സെൻറ്റിമീറ്റർ മഴ ഒരു ജില്ലയിൽ എല്ലായിടത്തും പെയ്യണമെന്നില്ല. അപ്പോൾ അത് ഏത് ഏരിയയിലാണെന്നുള്ളത് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറയുന്നത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അതിനുള്ള ശ്രമങ്ങൾ ഉണ്ട്. കാരണം
അപ്പോൾ ഞാനൊന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ IMD ഒരു 150 വർഷം പഴക്കമുള്ള ഒരു ഓർഗനൈസേഷനാണ്. കുറേ വർഷത്തെ ഒബ്സർവേഷൻസും നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ മെഷീൻ ലേണിങ്ങും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലെയുള്ള സാധ്യതകളൊക്കെ ഇപ്പം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതെല്ലാം പരീക്ഷണ അടിസ്ഥാനത്തിലേ ഇപ്പം നടക്കുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾക്ക് ഈ പറയുന്ന പോലെ ചെറിയ ചെറിയ ബ്ലോക്ക് ലെവലിലോ അല്ലെങ്കിൽ പഞ്ചായത്ത് ലെവലിലേക്കൊക്കെ ഒരു പക്ഷേ നമുക്ക് അപ്പോൾ ഇതിൻ്റെ എല്ലാം സാധ്യതകൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്, തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ ഒബ്സർവേഷൻ നെറ്റ്വർക്ക് ഇമ്പ്രൂവ് ചെയ്യുക, മോഡലിൻ്റെ കേപ്പബിലിറ്റീസ് കൂട്ടുക, പിന്നെ അതുപോലെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് പോലെയുള്ള സാധ്യതകളൊക്കെ ഉപയോഗിച്ച്, കാരണം നമ്മുടെ ഈ വൾനറബിലിറ്റി എന്ന് പറഞ്ഞില്ലേ, അതായത് ദുരന്തം സംഭവിക്കാനുള്ള സാധ്യത കൂടുതലുള്ളൊരു സ്ഥലം എന്ന നിലയ്ക്ക് ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ റിസോഴ്സസ് ഒക്കെ നമുക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാനും പറ്റും. അങ്ങനെ ഒരു വരുമ്പോൾ അത് തന്നെയാണ് നമ്മളുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്.